ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ മാർക്കറ്റ് നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താൽ പോലും നമ്മൾ ബുള്ളിഷ് ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. അതിൽ നിഫ്റ്റി ബാങ്കും പിൻ നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഒരു മൂവ്മെന്റ് തന്നിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം 51,260 എന്നുള്ള സപ്പോർട്ട് ലെവൽ വന്നു. അവിടെ സപ്പോർട്ട് എടുത്ത് 51,454 വരെ 200 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് തന്നിട്ടുള്ളത്. അതിനുശേഷം കാര്യമായിട്ട് അങ്ങനെ മൂവ് ചെയ്തില്ല. ത്രൂ ഔട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു 10-11 മണിയായപ്പോൾ എന്ത് ചെയ്തു, 10:45 കൂടി മാർക്കറ്റിന്റെ മൂവ്മെന്റ് തീർന്നു. 3:30 വരേക്കും സൈഡ് വെച്ചായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇത് രണ്ടുമാണ് അത്യാവശ്യം നന്നായിട്ട് മൂവ്മെന്റ് തന്നതും മൂവ് ചെയ്തതും. നിഫ്റ്റി 25,080 എന്നുള്ള ലെവലിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, 25,228 ആയിരുന്നു നമ്മളെ അടുത്ത റെസിസ്റ്റൻസ് ലെവലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 25,210 വരേക്കും നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനാലിസിസ് ചെയ്തതിൽ നിന്ന് നിഫ്റ്റിയുടെ മൂവ്മെന്റ് കുറയുമെന്ന് കരുതിയത് നിഫ്റ്റിയുടെ മൂവ്മെന്റ് കൂടും ചെയ്തു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിച്ചത് പിൻ നിഫ്റ്റിയും മിഡ് ക്യാപ് പിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാളെ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം 51,776 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യാതെ കാര്യമായിട്ടൊരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റി തരാൻ സാധ്യതയില്ല. അതേപോലെ 51,200 താഴെ വന്നാൽ മാത്രമേ പുട്ട് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കാര്യമായിട്ട് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, മിഡ് ക്യാപ്പിൽ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. നിഫ്റ്റി അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ട് ഇനി നമുക്ക് എന്തുണ്ട്, അടുത്ത സപ്പോർട്ട് ലെവലാണ് 25,228 എന്നുള്ളത്. ഇതിന്റെ അകത്തും സെല്ലേഴ്സിന് കൂടുതൽ റോൾ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഈ ലെവലുകൾ 25,291 അല്ലെങ്കിൽ 25,300 എന്നുള്ള ലെവല്, 25,335 എന്നുള്ള ലെവല്, ഈ രണ്ട് ലെവലുകളിലും എന്തുണ്ടായിരിക്കും, സെല്ലേഴ്സ് കോൾ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അതേപോലെ 25,134 25,080 എന്നുള്ള ലെവലുകളിലും ഫുഡ് സെല്ലേഴ്സും ആക്റ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് കാര്യമായിട്ട് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും 25,240 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ സൈഡിലേക്കുള്ള എൻട്രികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 25,291 അതേപോലെ 25,335 അതിനിടക്ക് 25,320 എന്നുള്ള ലെവലോട് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നിഫ്റ്റിയിലാണെങ്കിൽ കോൾ സൈഡിൽ ചെറിയ ട്രേഡുകളും വലിയ ടാർഗറ്റ് വെക്കുന്നില്ല, ചെറിയ ടാർഗറ്റ് വെച്ചിട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇതിനിടയിൽ 25,260 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ട്. 25,300 ഇതിനു മുമ്പത്തെ ഒരു സ്വിംഗ് ഹൈ ആണ്. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് എടുക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ടാർഗറ്റ് മാത്രമാണ് ട്രേഡിൽ പ്ലാൻ ചെയ്യുന്നത്. ഇനി പിൻ നിഫ്റ്റിയിലേക്കോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലേക്കോ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 23,950 കഴിഞ്ഞ 24,000 എന്നുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ട് പിൻ നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാണ്ടിരിക്കാം കോൾ സൈഡിലേക്ക് നല്ലത്. അപ്പോൾ പിൻ നിഫ്റ്റി അതേപോലെ നിഫ്റ്റി ബാങ്കും നാളേക്കുള്ള ട്രേഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഓൾ ടൈം ആയിട്ട് അടുത്താണ് നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവല് 13,243 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഉയരങ്ങളിലേക്ക് മിഡ് ക്യാപ്പ് പോകും എന്നുള്ള എക്സ്പെക്ടേഷനിൽ ഇതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാൽ മാത്രം 15 മിനിറ്റിന്റെ ഒരു ക്യാൻഡിലെങ്കിലും ക്ലോസിംഗ് തന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ആദ്യം ഒരു റിവേഴ്സൽ ട്രേഡ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിവേഴ്സൽ തന്ന് മാർക്കറ്റ് കയറി പോകും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നിൽക്കുന്നത്. എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ റിക്കവറിയാണ് വരുന്നത്. എല്ലാ ദിവസവും ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, അതിനുശേഷം റിക്കവറിയാണ് കാണിക്കുന്നത്. കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നതിന് ശേഷം പുതിയ മൂവ്മെന്റുകൾ തരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് വെക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡുകൾ മിഡ് ക്യാപ്പ് നന്നായിട്ട് മൂവ്മെന്റ് തരുന്നുണ്ട്. മിഡ് ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത് വരുന്നത്. ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സമയത്ത് പിന്നെ ഡൗണിൽ നിന്നിരുന്ന മിഡ് ക്യാപ്പ് 13,113 താഴത്ത് നിന്നിരുന്ന മിഡ് ക്യാപ്പാണ് 13,231 എന്നുള്ള ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ആവറേജ് ക്ലോസിംഗ് 13,218 അപ്പോൾ
ഇനി നമുക്ക് 243 മുകളിൽ നിന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ട്രേഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ലാസ്റ്റ് ടൈമിലും ഒരു 3:20 ശേഷം മാർക്കറ്റ് എന്താണ് ഒരു ബുള്ളിഷ് മൊമെന്റ്, അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം ബുള്ളിഷ് മൊമെന്റ് ആണ് കാണിച്ചത് എന്നുള്ളതുകൊണ്ട് വലിയ ഗ്യാപ്പ് അപ്പിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ആദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.